Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 32nd lecture of Management Concepts and Thought. In today's lecture, we are discussing about process of staffing. The staffing process of the management is concerned with acquiring, developing, employing, remunerating, and retaining people. In short, we can say that it is the timely fulfillment of the manpower requirements within an organization. ഒരു മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പീപ്പിളിനെ അക്വയർ ചെയ്യുകയും അവരെ ഡെവലപ്പ് ചെയ്യുകയും അവരെ എംപ്ലോയ് ചെയ്യുകയും അവരെ റെമ്യൂണറേറ്റ് ചെയ്യുകയും ഓർഗനൈസേഷനിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സിംപ്ലി സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന മാൻ പവർ റിക്വയർമെൻറ്റിനെ ടൈംലി ഫുൾഫിൽ ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ്. The following steps are involved in staffing process. First step, estimating the manpower requirements. The first and foremost step in the process of staffing is estimating the manpower requirements. Understanding manpower requirements is not merely a matter of knowing how many people we need, but also of what type. Estimation of manpower requirements involves workload analysis and workforce analysis. സ്റ്റാഫിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. എത്രത്തോളം ആൾക്കാരെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാരെന്ന് മാത്രമല്ല ഏത് ടൈപ്പിലുള്ള ആൾക്കാരെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പം ആവശ്യമായിട്ടുള്ളത്, എന്താണ് അവർക്ക് കൊടുക്കേണ്ട ജോലി, വർക്ക് ലോഡിനെ അനലൈസ് ചെയ്യണം, അതിനനുസരിച്ചുള്ള വർക്ക് ഫോഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റിക്രൂട്ട്മെൻറ്റ്. Recruitment may be defined as the process of searching for prospective employees and stimulating them to apply for jobs in the organization. റിക്രൂട്ട്മെൻറ്റ് എന്നാൽ ഓർഗനൈസേഷനിലേക്ക് പ്രോസ്പെക്റ്റീവായിട്ടുള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആ എംപ്ലോയിയെ കൊണ്ട് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. തേർഡ് സ്റ്റെപ്പ് ഈസ് selection. Selection is the process of choosing from among the pool of the prospective job candidates that is developed at the stage of recruitment. റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജിലൂടെ നമുക്ക് കിട്ടിയ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നും ആ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് തേർഡ് പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്, ദാറ്റ് ഈസ് സെലക്ഷൻ. ദെൻ ഫോർത്ത് വൺ ഈസ് placement and orientation. Placement refers to the employee occupying the position or post for which the person has been selected. Orientation is introducing the selected employee to other employees and familiarizing him with the rules and policies of the organization. Placement എന്നാൽ സെലക്ട് ചെയ്ത പേഴ്സണെ ആ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോബിൻ്റെ പൊസിഷനിലേക്ക് ഒക്കുപ്പൈ ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെലക്റ്റഡ് എംപ്ലോയീസിനെ മറ്റുള്ള എംപ്ലോയീസിൻ്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഓർഗനൈസേഷൻ്റെ റൂൾസും പോളിസീസും ഒക്കെ ആ പുതുതായിട്ട് വന്നിരിക്കുന്ന എംപ്ലോയിയെ ഫെമിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓറിയൻറ്റേഷൻ. ആൻഡ് ഫിഫ്ത്ത് പ്രോസസ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. Training and development of employees is very important in order to improve their skills and to give them an opportunity for their career advancement. അങ്ങനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് അവരുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാനും അവരുടെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി ഓർഗനൈസേഷൻ കൊടുക്കുന്ന ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാഫിങ്ങിൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ എംപ്ലോയീസ് എന്ത് ചെയ്യുകയും ചെയ്യും, ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. സിക്സ്ത് വൺ ഈസ് പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ് റെഫേഴ്സ് ടു rating or evaluating the current performance of employees according to certain predetermined standards.
transfers and promotions of the staff are based on performance appraisal. ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയിയെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കും. ആ ധാരണയെ ഇവാലുവേറ്റ് ചെയ്യും കറണ്ട് പെർഫോമൻസുമായിട്ട്. പുതുതായി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത എംപ്ലോയിയുടെ പെർഫോമൻസ് അവരുടെ കറണ്ട് പെർഫോമൻസുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിൻ്റെ ബേസിസിലാണ് എംപ്ലോയീസിന് ട്രാൻസ്ഫറും പ്രൊമോഷനും ഒക്കെ നൽകുന്നത്. Then seventh process is promotion and career planning. It is necessary for every organization to keep promotion and career plans of an employee into consideration so as to ensure job satisfaction. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുന്നതിന് ഓരോ ഓർഗനൈസേഷനും ഒരു ജീവനക്കാരൻ്റെ പ്രൊമോഷനും കരിയർ പ്ലാൻസിനും കണക്കിലെടുക്കേണ്ടതാണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കത്തുള്ളൂ. അവരുടെ മാക്സിമം പെർഫോമൻസ് ഓർഗനൈസേഷന് നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രൊമോഷനും കരിയർ പ്ലാനിങ്ങും ഒക്കെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ലാസ്റ്റ് പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് ഈസ് കോമ്പൻസേഷൻ. Organizations pay wages and salaries to their employees for which they need to establish wages and salary plans. There are various ways to prepare different pay plans depending upon the worth of the jobs. ഓർഗനൈസേഷൻസ് അവരുടെ എംപ്ലോയീസിന് വേജസും സാലറീസും ഒക്കെ നൽകുന്നുണ്ട്. അതിനായി അവർക്ക് വേജസ് ആൻഡ് സാലറി പ്ലാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ജോലിയുടെ മൂല്യമനുസരിച്ച് ഡിഫറെൻറ്റ് പേ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് രീതികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ 8 പ്രോസസ്സുകളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പ്രോസസ് മാൻ പവർ പ്ലാനിങ്, സെക്കൻഡ് പ്രോസസ് റിക്രൂട്ട്മെൻറ്റ്, തേർഡ് പ്രോസസ് സെലക്ഷൻ, ഫോർത്ത് പ്രോസസ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ഫിഫ്ത്ത് പ്രോസസ് training and development, and sixth process performance appraisal, seventh process promotion and career planning, and last and eighth process compensation. Okay, this is all for today's session. Thank you for listening.